എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ, വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 39 സങ്കീർത്തനം 11 വാക്യം. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു. ഈ വാക്യത്തിലൂടെ 3 പ്രധാന സത്യങ്ങൾ ദാവീദ് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം, മനുഷ്യ ബലഹീനത, ദൈവിക ഉദ്ദേശം. ദൈവത്തിൻ്റെ തിരുത്തൽ അവൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ്. ദൈവത്തിൻ്റെ ശാസനകൾ നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് നമ്മെ ശിക്ഷിക്കാനാണ്. പാപത്തിന് തിരുത്തൽ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് നമ്മെ വിഴുങ്ങിക്കളയും. ഒരു പുഴു നല്ല വസ്ത്രത്തെ കാർന്ന് തിന്ന് നശിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശാസന നമ്മുടെ സ്വയാശ്രയത്തെ തിന്നു തീർക്കും. നാം ഉറച്ചതായി കരുതുന്നത് ദൈവത്തിൻ്റെ കരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകും. ദൈവമില്ലാത്ത ജീവിതം വെറും മായയാണ്. ദൈവമില്ലാതെ നമ്മുടെ പ്രയത്നങ്ങൾ വെറും മായ എന്ന് ദാവീദ് തിരിച്ചറിയുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ തിരുത്തൽ വേദനാജനകമാണെങ്കിലും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുത്തലിനെ നിന്ദിക്കാതെ അതിനെ സ്വീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.